എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഘർഷാവസ്ഥ. വിമത വൈദികരെ ബലം പ്രയോഗിച്ച് കോമ്പൌണ്ടിൽ നിന്ന് പുറത്താക്കി. നിരാഹാര സമരത്തിനിരുന്ന വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്ന് വൈദികർ ആരോപിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. കുര്യയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ചാൻസലർ അടക്കമുള്ള പദവികളിൽ നിയോഗിച്ചുവെന്നാരോപിച്ച് പ്രാർത്ഥനാ സമരം നടത്തുകയായിരുന്ന 21 വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതായി പരാതി. പോലീസും വൈദിക ക്രിമിനലുകളുമാണ് ഇതിന് പിന്നിലെന്ന് അൽമായ മുന്നേറ്റം ആരോപിക്കുന്നു. വൈദികർ 2 ദിവസങ്ങളായി പ്രാർത്ഥനാ യജ്ഞം നടത്തുകയായിരുന്നു. ചാൻസലറായി ബിഷപ്പ് നിയോഗിച്ച വ്യക്തി കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതാണെന്നും ഇത് കാനൻ നിയമത്തിന് വിരുദ്ധമാണെന്നും അൽമായ മുന്നേറ്റം പറയുന്നു. എന്നെ അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് എഴച്ചാണ് കൊണ്ടുവന്നത് ഇവിടെ വരേക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ അൽമായ മുന്നേറ്റം പ്രവർത്തകൻ റിജു കാഞ്ഞാക്കാരൻ ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം? അല്ല, സംഘർഷത്തിലേക്ക് ആരും പോയിട്ടില്ലല്ലോ. വളരെ സമാധാനപരമായി അവിടെ സത്യാഗ്രഹം നടത്തിയിരുന്ന വൈദികരെ രാത്രി 4 മണിയോടുകൂടി പോലീസുകാർ വളയുകയായിരുന്നു. ഏകദേശം 170ഓളം പോലീസുകാർ, 2 ACPമാരുടെ നേതൃത്വം, ജയകുമാർ വേറെ മറ്റു ACP, 2 ACPമാരുടെ നേതൃത്വത്തിൽ 170ഓളം പോലീസുകാർ വളഞ്ഞ് ബലമായി അവരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ വലിച്ചിഴച്ചാണ് അവരെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനെ ഞങ്ങൾ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം നമ്മൾ യാതൊരു അക്രമ പ്രവർത്തനത്തിനോ പ്രതിഷേധത്തിനോ നിന്നില്ല. ഞങ്ങൾ വളരെ സമാധാനപരമായി സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സത്യാഗ്രഹത്തിന്റെ ഇടയ്ക്ക് പോലീസിനെ ഉപയോഗിച്ച് ബലമായി നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. കാരണം എറണാകുളം അതിരൂപത കൂരിയ എന്ന് പറയുന്നത്, എറണാകുളം അതിരൂപതയിൽ 490ഓളം വൈദികരുണ്ട്. അതിൽ 475 വൈദികരും ഒരേ നിലപാടുമായി നിൽക്കുന്നവരാണ്. അതിൽ നിന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള 4 പേർ ഇവിടെ രൂപതയുടെ ചുമതല ഏൽപ്പിച്ചു. അവരുടെ നിലപാടുകൾക്കെതിരെ അവരുടെ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സത്യാഗ്രഹം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ എറണാകുളം അതിരൂപത നേരിടുന്ന പ്രതിസന്ധിയിൽ ഞങ്ങൾ സമവായം രൂപപ്പെടുത്തിയിരുന്നു. അതിൽ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണം. മാർ ബോസ്കോ പുത്തൂര് നിയമിച്ച കൂരിയെ പിൻവലിക്കണം. ഇതായിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യത്തെ വളരെ സമാധാനപൂർവ്വമായി ഒരാൾക്ക് ശല്യമില്ലാതെ പ്രാർത്ഥനയോടുകൂടി സത്യാഗ്രഹം നടത്തിക്കുന്ന വൈദികരാണ് പോലീസിനെ ഉപയോഗിച്ച് ഇത്ര നിഷ്ഠൂരമായ രീതിയിൽ വലിച്ചഴച്ച് മാറ്റിയത്. ഇതിനെതിരെ വിശ്വാസികളുടെ ശക്തമായ പ്രക്ഷോഭവും പ്രതിരോധവും ഉണ്ടാവും. എല്ലാ ഇടവുകളിൽ നിന്നും വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അടുത്ത ദിവസങ്ങളിൽ, അടുത്ത സമയങ്ങളിൽ തന്നെ ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങളുടെ അടുത്ത ആക്ഷൻ പ്ലാനുകൾ ഞങ്ങൾ പുറത്തുവിടും. ശരി, കേൾക്കാം. വൈദികരും എല്ലാവരും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ബലമായി ബസിലിക്ക അങ്കണത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. ഇനി അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അച്ഛന്മാർ അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നവരെ തുടരും. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങൾ ബസിലിക്ക അങ്കണത്തിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറല്ല. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഘർഷാവസ്ഥ. വിമത വൈദികരെ ബലം പ്രയോഗിച്ച് കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കി. നിരാഹാര സമരത്തിലിരുന്ന വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്നാണ് വൈദികർ ആരോപിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ചാൻസലർ അടക്കമുള്ള പദവികളിൽ നിയോഗിച്ചുവെന്ന് ആരോപിച്ചാണ് ഈ പ്രാർത്ഥനാ സമരം നടത്തുകയായിരുന്ന 21 വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതായി പരാതി. പോലീസും വൈദിക ക്രിമിനലുകളുമാണ് ഇതിന് പിന്നിലെന്നാണ് അൽമായ മുന്നേറ്റം ആരോപിക്കുന്നത്.